എന്തോരം നീളമുള്ള പുല്ലുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. എല്ലാം കൂടെ തിന്ന് എന്നിപ്പം പുല്ലിന്റെ നീളം എല്ലാം കുറഞ്ഞ് മണ്ണിന് പറ്റയായി. ഇവിടെ നിന്ന് ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്ന് എന്ന് മൂക്ക തറയിലൊഴിഞ്ഞ് തീ പിടിക്കാതിരുന്നാ മതിയായിരുന്നു എന്റെ ദൈവമേ. വേറൊന്നും തിന്നാനില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം ഈ പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞം, 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 ഞം. ആഹാ, അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇത്. അമ്മച്ചി എന്തുവാടാ ചെറുക്ക? എനിക്ക് ഇത്തിരി താ അമ്മച്ചി. നിനക്ക് തരാനൊന്നുമില്ല, ആ ഒരെണ്ണേ ഉള്ളത് ഞാൻ തിന്നു. നീ ഒന്നും മിണ്ടായിരുന്നാണ്. എന്നാ പിന്നെ നീ സഞ്ചിക്കാൻ നിന്ന് പുറത്തെങ്കിലും ഇറക്കി വിടെ. ഞാൻ എവിടെ നിങ്ങൾ പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് തിന്നോളാം. മിണ്ട അവിടെ അടങ്ങി ഇരുന്നോണേ, കേട്ടില്ലിറക്ക. ഇത് എന്തൊരു സ്വഭാവമായത് അമ്മച്ചിയുടെ. എടോ പാട്ടോ, എന്തെടോ? അല്ല, എന്താണ് മഹാരാജൻ? ഇന്ന് നമുക്ക് അമൃതത്തിന് എന്തൊക്കെയാണുള്ളത്? ഇന്നൊരു തേങ്ങയില്ല. അതെന്ത്? എല്ലാ ദിവസം ഞാനല്ലേ കണ്ട മാന്റെ മോന്റെ പുറകെ പോയിട്ട് ഓടിപ്പിടിച്ച് അതിനെ പിടിച്ചോണ്ട് നിങ്ങൾക്ക് കൊണ്ട് തരുന്നത്. ഇന്ന് എനിക്ക് സൗകര്യമില്ല, വേണേ തന്നെ പോയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക. അയ്യോ, എന്റെ ഭഗവതിയെ, എന്തൊരു ചൊറച്ചിലാവായത്. ഷോ, ഈ മൂട്ടിലൊക്കെ ഇത് എന്തൊരാവാ വന്നിരുന്ന കടിക്കുന്നേ. ഞാൻ വീട്ടിൽ പോവുകയാണ്, നീ വരുന്നെങ്കി വാ. അയ്യോടി, അതെവിടുന്ന ഒരു അശരീരി കേട്ടത്. ആണ്ടെ വീണ്ടും ചൊറിയുന്നു. എന്തുവാ ഇത്? ഷെടേ, ഇന്ന് പാർക്കിൽ നിറച്ചു ആളുകൾ ഉണ്ടല്ലേ ഇത്. പക്ഷെ എന്റെ സൈസിന് പറ്റിയ പെമ്പട്ടികളൊന്നുമില്ല. ആരുടെയെങ്കിലും കൂടെ ഒരു പെമ്പട്ടി വന്നിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഒരു പഞ്ചാര അടിക്കാതിരുന്ന്. എടേ, അതൊരു പെമ്പട്ടിയല്ലയോ അത്? അവളോട് ആരാ ഉള്ളത്? അവളുടെ അണ്ണ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നൈസായിട്ടൊന്ന് മുട്ടി നോക്കാം. ഹലോ.